മഴ പെയ്തു തോർന്ന രാത്രി, പൂനെ സിറ്റി, ബുള്ളറ്റ് റൈഡ്, സ്ട്രീറ്റ് ഫുഡ്. ആഹാ, അന്തസ്. സ്ഥിരം അത്ര വലിയ അന്തസ്സാക്കാൻ പറ്റിയ കാര്യമൊന്നും അല്ലെങ്കിലും പെട്ടെന്നൊന്ന് റിലാക്സ് ചെയ്യണമെന്ന് തോന്നുമ്പോഴേക്കും ഒന്നും ആലോചിക്കാണ്ട് പെട്ടെന്ന് ചാടി ഇറങ്ങാൻ പറ്റിയ സ്ഥലമാണ് വിമാൻ നഗർ. കുറച്ചായി ഇങ്ങനെയൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ പിന്നെ സംസാരത്തിനിടയിലാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ എന്നൊരു ഐഡിയ വന്നത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, അപ്പം തന്നെ റെഡിയായി ചാടി അങ്ങ് ഇറങ്ങി. കൂടെ അനീഷ് സാറും ആർഷ ചേച്ചിയും മാനിക്കുട്ടനും. വരതു ഭയങ്കര ഹാപ്പിയാണ്, കാരണം കുറച്ച് ദിവസമായി ഒന്ന് പുറത്തേക്കൊക്കെ പോയിട്ട്. ഇന്നിപ്പോൾ റോഡിൽ സാധാരണ കാലം തിരക്ക് കുറവാണ്, ഒരു മഴ പെയ്ത് തുറന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്തതെങ്ങാനും ഉടനെ പെയ്താലോ എന്ന് ഓർത്തിട്ടായിരിക്കാം ആളുകൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വൈകുന്നത്. ഇന്ത്യയിലെ ഉറക്കമില്ലാത്ത നഗരങ്ങളിലൊന്നാണ് പൂനെ നഗരവും. അതുകൊണ്ട് തന്നെ ഈ നഗരത്തിൻ്റെ യഥാർത്ഥ വൈബ് അറിയണമെങ്കിലും ഈ സമയത്ത് തന്നെ പുറത്തിറങ്ങണം. വിമാൻ നഗറിലെ ഓൾമോസ്റ്റ് റെസ്റ്റോറൻറ്റ്സും കഫേസും സ്ട്രീറ്റ് ഫുഡൊക്കെ ആക്റ്റീവ് ആകുന്നതും ഈ സമയത്ത് തന്നെയാണ്. ആദ്യം തന്നെ ചെന്നിറങ്ങിയത് ഷവർമ കടയിലെ മുമ്പിലേക്കാണ്. എന്നാൽ പിന്നെ 2 ഷവർമ തന്നെ ആദ്യം ഓർഡർ ചെയ്തേക്കാന്ന് വിചാരിച്ചു. പലതരത്തിലുള്ള കുറച്ച് ഫുഡുകൾ ഒന്നിച്ച് വാങ്ങിച്ച് കഴിക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു ത്രില്ല്. പുറകെ തന്തൂരി മൊമോസും ബർഗറും കൂടി ഓർഡർ ചെയ്തു. എല്ലാം ടേബിളിലേക്ക് എത്തിയപ്പോഴേക്കും മാനുക്കുട്ടനും വരദൂട്ടിയും ഫുൾ ആക്റ്റീവ് മോഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ടച്ചിങ്സിന് റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക് ആയിട്ട് 4 ഫ്രൂട്ട് ഷോട്ട്സും ഹിബിസ്കസ് ഹണി ടീയും ഓർഡർ ചെയ്തു. ഈ ഹിബിസ്കസ് ഹണി ടീ ഫസ്റ്റ് ടൈം ആട്ടോ. 2 മാംഗോ ഫ്രൂട്ട് ഷോട്ടും 2 ഗോവ ഫ്രൂട്ട് ഷോട്ടുമാണ് ഓർഡർ ചെയ്തത്. മാംഗോ ഫ്രൂട്ട് ഷോട്ട് ഒന്നും പറയണ്ട, അടിപൊളിയായിരുന്നു. അതിപ്പോൾ നമ്മുടെ മാങ്ങ എന്ത് ചെയ്താലും അടിപൊളിയാണല്ലോ. പിന്നെ പേരയ്ക്ക എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് എനിക്കിഷ്ടമായി കേട്ടോ. പിന്നെ മുകളിൽ ചുറ്റി ഉപ്പുമുളകൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലും പേരയ്ക്ക ഉപ്പുമുളകും കൂട്ടി കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോഴേക്കും ഹിബിസ്കസ് ഹണി ടീയുമായിട്ട് മിസ്റ്റർ കെട്ടിയൻ എത്തിയിരുന്നു. കാണാൻ ചുവന്നതൊടുത്ത് നല്ല സുന്ദരിയായിരുന്നെങ്കിലും നമ്മുടെ പ്രതീക്ഷ തെറ്റിച്ച ഐറ്റമായിരുന്നു. ഇതുവരെ ട്രൈ ചെയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നോക്കി. പതിമുഖ വെള്ളം കുടിച്ചൊരു ഫീല്, അതിനപ്പുറത്തേക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് നാരങ്ങയും പിഴിഞ്ഞ് കുറച്ചുകൂടി തേനും കൂടെ കടയിൽ നിന്ന് വാങ്ങി ചേർത്തു. ഹിബിസ്കസ് അല്ലേ, ആരോഗ്യത്തിന് നല്ലതാന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പരസ്പരം സമാധാനിപ്പിച്ചു. എന്തായാലും ഹിബിസ്കസ് ഹണി ടീക്ക് എന്നേക്കുമായി വിടാം. പിന്നെ നമ്മൾ മലയാളികൾക്ക് എന്ത് കഴിച്ചാലും തട്ടുകടയിലെ ഓംലേറ്റിൻ്റെ ഒരു ഫീല് വേറൊന്നു തന്നെയാണല്ലോ. അതും കൂടെ വാങ്ങിക്കാനായിട്ട് പോയി. അപ്പോഴേക്കും വെറുതെ അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി ഫ്രണ്ടിൽ തന്നെ നടന്നു. അപ്പോഴാണ് ഈ ഫോട്ടോസ് വിൽക്കുന്നത് ആർഷ ചേച്ചിയുടെ കണ്ണിൽ പെട്ടത്. പോസിറ്റീവ് കോട്ട്സ് എഴുതിയ വല്ല ഫോട്ടോസ് ഉണ്ടോ എന്ന് ഞങ്ങൾ നോക്കി. ഇങ്ങനെ പോസിറ്റീവ് കോട്ട്സ് എഴുതിയ ഫോട്ടോസും സ്റ്റിക്കേഴ്സും വീടിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ച് വെക്കലാണ് ഞങ്ങളുടെ ഹോബി. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഒന്ന് നെഗറ്റീവ് ആകുമ്പോഴത്തേക്കും നമ്മളെ ഒന്ന് പോസിറ്റീവ് ആക്കാൻ ഒരു തെണ്ടിയുടെ സഹായം വായിച്ച് സ്വയം ആയിക്കോളണം, അത്ര തന്നെ. ഗുഡ് വൈബ്സ് ഓൺലി, ട്രസ്റ്റ് യുവർ ക്രേസി ഐഡിയാസ്. ഇത് രണ്ടും നമ്മൾ വാങ്ങിച്ചത്. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും വായനയുടെ കുറച്ച് അസുഖമുള്ളതുകൊണ്ട് ബുക്ക് സ്റ്റോൾ എവിടെ കണ്ടാലും ചാടിക്കയറി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ഇവിടെയും അതുപോലെ തന്നെ ഒന്ന് കയറി നോക്കി. പക്ഷേ ഇവിടെ കടക്കാരുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. മക്കൾ കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചു. പിന്നെ അവസാനമായി ഒരു പൈനാപ്പിൾ ജ്യൂസും കൂടെ കഴിച്ച് ഞങ്ങൾ ഇന്നത്തെ യുദ്ധത്തിന് തൽക്കാലം വിട പറഞ്ഞു. പിന്നെ ഇത്ര നേരമായതുകൊണ്ട് ഉറക്കമില്ലാത്ത പൂനെ നഗരത്തിന് ശുഭരാത്രി നേർന്നുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഉടനെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. തൽക്കാലത്തേക്ക് വിട. ശുഭരാത്രി.